ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇ ഡി പിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ വീഡിയോ ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ടൈപ്സ് ഓഫ് ഫിനാൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഷോർട്ട് ടേം ഫിനാൻസ് ഉണ്ട്, അതേപോലെ തന്നെ മീഡിയം ടേം ഫിനാൻസ് ഉണ്ട്, ലോങ് ടേം ഫിനാൻസ് ഉണ്ട്. എന്താണ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫണ്ട്സ് റിക്വയർഡ് ടു മീറ്റ് ദ കമ്മിറ്റ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ബിസിനസ്സിൽ ഷോർട്ടർ പീരീഡിലേക്ക് എത്രത്തോളം ഫണ്ട് വേണം എന്ന് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസിനെയാണ് ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുക. അപ്പം മീഡിയം ടൈം എന്ന് പറഞ്ഞാലോ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഫണ്ട്സ് റിക്വയർഡ് ടു മീറ്റ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് അല്ലെ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫണ്ടിനെയാണ് നമ്മൾ മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുക. അപ്പോൾ ലോങ് ടേം ഫിനാൻസ് പറഞ്ഞാലോ, ഇറ്റ് റിക്വയർഡ് ടു പർച്ചേസ് ഫിക്സഡ് അസെറ്റ്. അതായത് ഫിക്സഡ് അസെറ്റ് വാങ്ങണ്ടേ, ഇപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, അങ്ങനെ ഫിക്സഡ് അസെറ്റ് വാങ്ങാനായിട്ട് നമുക്ക് ഫണ്ട് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടോ വേണ്ട ഫണ്ടിനെയാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയാം. വാട്ട് ഈസ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് വേണ്ട ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് പഠിച്ചിട്ടുണ്ടല്ലേ, കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് ഫുൾഫിൽ ത്രൂ ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ നമുക്ക് ഈ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു ആവശ്യം നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാലോ, ഫിക്സഡ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ക്യാപിറ്റൽ റിക്വയർഡ് ടു പർച്ചേസ് ഫിക്സഡ് അസെറ്റ്. അപ്പോൾ ഫിക്സഡ് അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ട ഫണ്ടിനെ അല്ലെങ്കിൽ ആ ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ട ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു എൻ്റർപ്രണേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, DIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാതെ ആരും പോകരുത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എൻ്റർപ്രണേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റർപ്രണറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, DIC. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ മക്കളെ. ചിലപ്പോൾ 5 മാർക്കിനായിരിക്കാം, ചിലപ്പോൾ 10 മാർക്കിനായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും 2 മാർക്കിൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ DIC എന്തായാലും പഠിച്ചിട്ട് പോവുക. The District Industries Program was started by the central government in 1978. 1978 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് പ്രോഗ്രാമാണ് DIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? പ്രൊമോട്ടിംഗ് ദ സ്മോൾ ടൈനി കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻ പർട്ടിക്കുലർ ഏരിയ ആൻഡ് ടു പ്രൊവൈഡ് നെസസറി സർവീസ് ടു ദം. അതായത് ഈ പറയുന്ന വില്ലേജ് ഏരിയാസിലും അതുപോലെ തന്നെ കോട്ടേജ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിന് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ DIC എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ അറ്റൈൻമെൻറ്റ് ഓഫ് ഈക്വാലിറ്റി, തുല്യത കൊണ്ടുവരിക, അതുപോലെ തന്നെ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക, ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഇൻഡസ്ട്രീസ്, റൂറൽ ഏരിയാസിലെ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, കരകൗശല വസ്തുക്കളുടെ ബിസിനസ്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മൊത്തമായിട്ടുള്ള ഒരു എഫേർട്ട് എന്ത് ചെയ്യാൻ, ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ എൻ്റർപ്രണേഴ്സിന് ഈ ഒരു സ്കീം കൂടുതൽ ബെനിഫിറ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് DIC നിലകൊള്ളുന്നത് കേട്ടോ. അപ്പോൾ DICയുടെ ഫംഗ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമുകളും അതുപോലെ ഡെവലപ്മെൻറ്റുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സഹായിക്കുക, ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇതൊക്കെയാണ് എൻ്റർപ്രണേഴ്സിനെ അഡ്വൈസ് ചെയ്യുക. ഇതൊക്കെയാണ് DICയുടെ മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അടുത്ത രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിഡ്കോ. സിഡ്കോ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഇത് പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എസ്റ്റാബ്ലിഷ്ഡ് 1975 ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സിഡ്കോ. സിഡ്കോയുടെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്യുക, വുമൺ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക, സഹായിക്കുക. ഇതൊക്കെയാണ് സിഡ്കോൻ്റെ ഫംഗ്ഷൻസ്. അവരുടെ ആക്ടിവിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഡിവിഷൻ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? എൻഗേജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽ അല്ലേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ചെറുകിട സംരംഭങ്ങൾ അവർക്ക് വേണ്ട മെറ്റീരിയലുകളൊക്കെ, അസംസ്കൃത വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. പ്രൊഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 8 പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആൻഡ് ടൂൾ റൂം ആർ ഫങ്ഷൻസ് അണ്ടർ കേരള സിഡ്കോ. സിഡ്കോൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നുണ്ട് 8 പ്രൊഡക്ഷൻ യൂണിറ്റും ടൂൾ റൂം ആണെന്ന് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഡിവിഷൻ ഉണ്ട്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി യൂണിറ്റുകൾ എന്ത് ചെയ്യുക, മാർക്കറ്റ്, അവരുടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യുക. അതുപോലെ കൺസ്ട്രക്ഷൻ ഡിവിഷൻ പറയുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുക, മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ പറയുന്നുണ്ട്, IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ. ഇതൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NSIC,
നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ്. ഇത് സെറ്റപ്പ് ചെയ്ത 1995 ഇറ്റ് പ്രൊവൈഡ് മെഷീനറി ടു സ്മോൾ സ്കെയിലുണ്ട്. നമ്മുടെ മെഷീനറി കൊടുക്കില്ലേ ചെറുകിട സംരംഭകർക്ക് ഹയർ പർച്ചേസ് ബേസിസിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മെഷീനറി ഒക്കെ കൊടുക്കാൻ വേണ്ടി നിലകൊള്ളുന്നൊരു സ്ഥാപനമാണ് NSIC കേട്ടോ. അവരുടെ മിഷൻ എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ആൻഡ് സപ്പോർട്ട് MSME സെക്ടറാണ് കേട്ടോ. അത് മീഡിയം സ്മോൾ ആ സെക്ടറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് NSIC നിലകൊള്ളുന്നത്. അതിൻ്റെ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടു ബി പ്രീമിയർ ഓർഗനൈസേഷൻ ഫോസ്റ്ററിങ് ദ ഗ്രോത്ത് ഓഫ് MSME, അവരുടെ ആ ഒരു വളർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിഷനും വിഷനും ഓർത്ത് വെക്കുക കേട്ടോ. അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ മെഷീനറി പ്രൊവൈഡ് ചെയ്യുക, എക്വിപ്മെൻറ്റ് കൊടുക്കുക, ബൾക്ക് പർച്ചേസ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേട്ടോ. ഇനി എന്താണ് ടെക്നോ പാർക്ക്? ടെക്നോ പാർക്ക് കേരള റെഫേഴ്സ് ടു എ ടെക്നോളജി പാർക്കാണ്. ട്രിവാൻഡ്രത്താണ് ഇതുള്ളത്. ഇന്ത്യ ഡെഡിക്കേറ്റഡ് ടു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ആൻഡ് അതർ IT. നമുക്കറിയാം IT മേഖലയിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ടെക്നോ പാർക്ക് ആയിക്കോട്ടെ, ഇൻഫോ പാർക്ക് ആയിക്കോട്ടെ. അപ്പോൾ ടെക്നോ പാർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ IT മേഖലകളിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെയുള്ള കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംരംഭമാണ് ടെക്നോ പാർക്ക്. അവിടെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ബിസിനസ് സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തനിങ് കോപ്പറേഷൻ, ടെക്നോളജി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനായിക്കോട്ടെ, ഓണ്ടർപ്രണറിനെ ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടായി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും. അടുത്ത സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി. അത് 1990 ഏപ്രിൽ 2 അത് എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ആൻഡ് സ്ട്രെങ്തൻ ക്രെഡിറ്റ് ഫ്ലോ, MSMEയുടെ ക്രെഡിറ്റ് ഫ്ലോ, വായ്പാ ഫ്ലോയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്, സെമി ഇൻഡസ്ട്രീസിൽ എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക. അത് റീഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ലീസിങ്, ഫാക്ടറിങ്, വെഞ്ചർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ്. അടുത്ത KVIC, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ്. അത് എസ്റ്റാബ്ലിഷ് 1956 ഇതിന് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, പ്രൊമോട്ടിങ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. റൂറൽ ഏരിയാസിലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതിൻ്റെ ഫംഗ്ഷൻസ് പ്ലാൻസ്, പ്രൊമോട്ട്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രോഗ്രാം ഫോർ ദ KVI. അത് കൂടുതലും അത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് 2-3 പോയിൻറ്റ്സുകൾ നമ്മൾ പഠിച്ച് വെച്ചിട്ട് പോകുക കേട്ടോ. അടുത്താണ് SISI, സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1966 ഏജൻസി സിഡോ ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ മൊത്തം ഓവറോൾ രാജ്യത്തെ എല്ലായിടത്തും EDP എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, മാർക്കറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക SISIക്ക്. അതുപോലെ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അസിസ്റ്റ് ഇൻ റീഹാബിലിയേഷൻ ഓഫ് സിക്ക് യൂണിറ്റുകൾ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. അതുപോലെ മോഡേണൈസേഷൻ സ്റ്റഡീസ് ഫോർ ടെക്നോളജികളിൽ സാങ്കേതിക വിദ്യകൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള മോഡേണൈസേഷൻ എന്ത് ചെയ്യുക, ആ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ്. അടുത്ത KITCO, കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1972 അവരുടെ ഫംഗ്ഷൻസ് പ്രൊജക്റ്റ് ഐഡിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ് അപ്രൈസ് ചെയ്യുക, ഓൺട്രപ്രണോറിയൽ ഗൈഡൻസ് കൊടുക്കുക, ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രി സെക്ടറിൽ കൺസൾട്ട് ചെയ്യുക, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആയിട്ട് ഏരിയാസിൽ പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. അടുത്ത STEDP ആണ്, സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ്. എസ്റ്റാബ്ലിഷ് 1985 അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, പോസിബിളായിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം. ഏകദേശം എല്ലാത്തിൻ്റെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ട് ഒബ്ജക്റ്റീവ്സിലും ഫംഗ്ഷൻസിലൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്താണ് NEDB, നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ച് വയ്ക്കുക. ചിലപ്പോൾ എക്സാമിന് ഈ ഒരു ഇത് മാത്രം വാട്ട് ഈസ് ഇറ്റ് ബീന്നോ അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ച് വെച്ചിട്ട് പോകും എല്ലാവരും കേട്ടോ. അടുത്ത തന്നെ NIESBUD, ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. അതാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ തന്നെയുണ്ട് എന്താണ്, സ്മോൾ ബിസിനസ്സുകാരെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇൻസെൻറ്റീവ് ആണ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. അതായത് ഇറ്റ്സ് എൻകറേജ് ആൻ ഓൺട്രപ്രണർ ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. കൃത്യമായിട്ടൊരു ഓൺട്രപ്രണർ ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, അവർ എൻകറേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇൻസെൻറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ എക്കണോമിക് കൺസ്ട്രെയിൻറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും, കോമ്പറ്റേറ്റീവ് ക്യാപ്പബിലിറ്റി നമുക്ക് എൻഗേജ് ചെയ്യാം, ട്രെയിനിങ്, മാർക്കറ്റിംഗ്, അസിസ്റ്റൻസ്, പ്രൊമോഷണൽ സ്കീം, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഇൻസെൻറ്റീവ് കൊണ്ടുള്ള
മേന്മകളാണ്. അതിന് ഇമ്പോർട്ടൻസ് സാർ പറയാം. നീഡ് ഫോർ ഇൻസെൻറ്റീവ് ആൻഡ് സബ്സിഡി. ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിലോ ഇൻസെൻറ്റീവും സബ്സിഡിയുടെയും ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് നമുക്ക് കൊണ്ടുവരാം. സർവൈവൽ ആൻഡ് ഗ്രോത്ത്, അതിജീവനവും വളർച്ചയും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻസെൻറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സബ്സിഡി ഉണ്ട്, ബൗണ്ടി ഉണ്ട്. ഈ ബൗണ്ടി ചോദിച്ചിട്ടുണ്ട് ഇവരുടെ എക്സാമിൽ കേട്ടോ. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംഗിൾ ലംസം മണി ദാറ്റ് ഈസ് ഗിവൺ ബൈ ഗവൺമെൻറ് ടു ആൻ എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണറിന് ലംസമായിട്ട് ഒരുമിച്ച് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടാണ് കോസ്റ്റ്. അവർക്ക് ഉണ്ടാകുന്ന ചിലവുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എൻ്റർപ്രണറിന് കൊടുക്കുന്ന ലംസം എമൗണ്ടാണ് സബ്സിഡി എന്ന് പറഞ്ഞാൽ. ബൗണ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോണസ് ഓർ ഫിനാൻഷ്യൽ എയ്ഡ് ഗിവൺ ടു ആൻ ഇൻഡസ്ട്രി ടു ഹെൽപ്പ് ഇറ്റ് ടു കോമ്പീറ്റ് വിത്ത് അതർ യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ് ഇൻ കൺട്രി. ഒരു രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടി, ഇൻഡസ്ട്രീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡ്, അതായത് പണപരമായിട്ട് കൊടുക്കുന്ന ഒരു ബോണസാണ് ബൗണ്ടി എന്ന് പറഞ്ഞത് കേട്ടോ. പഠിക്കുക. BO എന്ന് പറഞ്ഞ ബോണസ്, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്കീം ഓർ ടൈപ്സ് ഓഫ് സബ്സിഡി ചോദിക്കുകയാണെങ്കിൽ പവർ സബ്സിഡി ഉണ്ട്, സസ്പെൻഷൻ ഓഫ് സെയിൽസ് ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി ഉണ്ട്, ടെക്നിക്കൽ ആൻഡ് കൺസൾട്ടൻസി സപ്പോർട്ട് ഉണ്ട്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഉണ്ട്, മാർജിൻ മണി സ്കീം ഉണ്ട്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഒന്ന് പഠിച്ച് വയ്ക്കുക. ഇത്രയാണ് സെക്കൻഡ് മോഡ്യൂൾ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് തൊട്ടടുത്ത് ഇപ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തേർഡ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ചാപ്റ്റർ നമുക്ക് തേർഡ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.